الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ويكره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى أيضا في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين. ബഹുമാന സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നും അവൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം ജീവിതത്തിൽ കൃത്യമായും പാലിക്കുകയും ചെയ്യണേ എന്നും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സൂറത്തുൽ അൻആമിലെ 68-ാമത്തെ വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൻ്റെ അർത്ഥം ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാത്തിന, നമ്മുടെ ആയത്തുകളിൽ, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ, ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളിൽ മുഴുകിക്കൊണ്ട് അതിനെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളെ നീ കണ്ടാൽ ഫഅഅരിദ് അൻഹും, അവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയുക. ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരിഹി, അവർ മറ്റ് സംസാരത്തിലേക്ക് തിരിയുന്നത് വരെ. വഇമ്മാ യുൻസിയന്നക ശൈത്താൻ, പിശാച് നിന്നെ മറപ്പിച്ചു കളയുകയാണെങ്കിൽ ഫലാ തഖഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ, ഓർമ്മ വന്നതിന് ശേഷം നീ ഒരു കാരണവശാലും അവരുടെ കൂടെ, അക്രമികളായ ആളുകളുടെ കൂടെ ഇരിക്കരുത്. വളരെ വിശാലമായ കാര്യങ്ങൾ. ഏതൊക്കെ വിഷയങ്ങളാണ് മുഅ്മിനുകളായ ആളുകൾ ഇതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ ഖുർആൻ നിർദ്ദേശിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാം എന്നത്, ശരീഅത്ത് എന്നത് എന്നും ലോകത്ത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് അന്യൂനമാണ്, അജയ്യമാണ്. അതിനെ ഒരു കാരണവശാലും തോൽപ്പിക്കാനോ ഇല്ലാതാക്കാനോ സാധ്യമല്ല. കാരണം അത് ദൈവികമാണ്. പ്രത്യേകിച്ച് അതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇത്രയേറെ വിമർശനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ലോകത്ത് ഞൊടിയിട കൊണ്ട്
വളരെ മോശമായ നിലയിൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പ്രഗത്ഭരായ പലരും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ നന്നായി കൈകാര്യം ചെയ്യുന്ന ആരോട് ഞാനത് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് അതിൻ്റെ കാരണം സകല വിഷയങ്ങളും ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട്, ഹദീസിൽ അടങ്ങിയിട്ടുണ്ട്, ഇസ്ലാമിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ചില നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം കർശനമായിരിക്കും. ആ കർശന നിയമം രാഷ്ട്രം നടപ്പാക്കുമ്പോൾ വ്യക്തികളുടെ, കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ അല്ല മനുഷ്യകുലത്തിൻ്റെ രക്ഷയായിരിക്കും ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നടപ്പാക്കപ്പെടുന്ന സമൂഹത്തിൽ അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് അങ്ങനെ കൃത്യമായി നടപ്പാക്കുന്നതിനാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറ്റകൃത്യങ്ങൾ ഇല്ല എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായ, പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് നമ്മൾ കരുതുന്ന, പൗരത്വം നിഷേധിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളുടെ പത്രങ്ങളിൽ വരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ആ ഭരണം പോലെയുള്ള ഒരു ഭരണം വരണം, ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് പച്ചയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നത്? ഇത് നടപ്പാക്കിയ, ഇത് പരസ്യമായി ശിക്ഷ നടപ്പാക്കുന്ന അതിൻ്റെ ആവശ്യകത മനുഷ്യകുലം അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ചില കർശന നിയമങ്ങൾ കാണാം. അസ്സാരിഖതു വസ്സാരിഖു വസ്സാരിഖതു ഫഖതഉ ഐദിയഹുമാ. കള്ളനാകട്ടെ കട്ട സ്ത്രീയാകട്ടെ കൈ ഛേദിക്കണമെന്നതാണ്. വല്ലാത്തൊരു നിയമം അല്ലേ? എങ്കിൽ ഇസ്ലാമിക രാജ്യത്ത് ഈ ഒരു നിയമം നടപ്പാക്കുന്നതിലൂടെ മറ്റുള്ള ആളുകൾ ഇത്തരമൊരു ഏർപ്പാടിന് മുതിരുകയില്ല എന്നത് 100% ഉറപ്പാണ്. കാരണം കൈയില്ലാത്തവനെ കണ്ടാൽ അവൻ കള്ളനാണെന്ന് ബോധ്യപ്പെടും. ഈ ഷെയിമ് വിചാരിച്ചിട്ടെങ്കിലും മറ്റൊന്ന്, അതുപോലുള്ള ഓരോ നിയമങ്ങളും. കണ്ണ് ചൂഴ്ന്നവനാണ് എങ്കിൽ ആ കണ്ണ് അതേപോലെ ചൂഴ്ന്നെടുക്കണം മറ്റവൻ്റെത്. മൂക്ക് മുറിച്ചവനാണെങ്കിൽ മൂക്ക് മുറിക്കണം. ഇതൊക്കെ ഒരു ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി ചെയ്യേണ്ട കാര്യമാണ്, ഇന്ത്യയിൽ നടപ്പാക്കേണ്ടതല്ല. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്തെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ ശിക്ഷാവിധി നടപ്പാക്കുന്നതിലൂടെ മനുഷ്യ സമൂഹത്തിന് രക്ഷയുണ്ട്. ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ ഭയമായിരിക്കും. എങ്ങനെയൊക്കെ സംസ്കരിക്കപ്പെട്ട സമൂഹമാണെങ്കിലും പോരായ്മകൾ ഉള്ളവരായിരിക്കും മനുഷ്യർ. അത് പരസ്യമായി ചെയ്യുന്ന ആളുകളെ പരസ്യമായ ശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് ഈ വിഷയം പറഞ്ഞിടത്ത് സൂറത്തുൻ നൂറിൽ അല്ലാഹു പറഞ്ഞു, വൽയശ്ഹദു അദാബഹുമാ ത്വായിഫതും മിനൽ മുഅ്മിനീൻ. ഇങ്ങനെ ശിക്ഷ നടപ്പാക്കുമ്പോൾ ഒരു വിഭാഗം മുഅ്മിനുകളായ ആളുകൾ അത് പരസ്യമായി കാണണം, അവരുടെ മുമ്പിൽ വെച്ചായിരിക്കണം. നമുക്കറിയാം, ഇത് പരസ്യമായി നടപ്പാക്കപ്പെടുന്ന രാജ്യത്ത് നിന്ന് ജോലിക്ക് പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ ആ അനുഭവം കാണുമ്പോൾ അവർ പറയുന്ന അവസ്ഥ എന്താ? ഇതുപോലെയുള്ള ശിക്ഷ നമ്മളുടെ നാട്ടിൽ നടപ്പാക്കിയാൽ ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടാവുകയില്ല, അക്രമങ്ങൾ ഉണ്ടാവുകയില്ല. ഇതിന് അറുതി വരുത്താൻ ഇതല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. ആ നാട്ടില് ആ നിലക്ക് കുറ്റം വളരെ കുറവാണെന്നാണ്. നിങ്ങൾ നോക്ക്, നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഒരു ജാമ്യമെടുത്ത് പുറത്തിറങ്ങി വന്നാൽ ആരെ കൊന്നുവോ അവന്റെ പിതാവിനെയോ അവന്റെ മാതാവിനെയോ വീണ്ടും കൊല്ലാൻ പ്രചോദനമാകും. അതേപോലെ തന്നെ പരോളിലിറങ്ങി വീണ്ടും അതിനേക്കാൾ ഭയാനകമായ കുറ്റകൃത്യം ചെയ്യും. ഇത് ആ രാജ്യത്തില്ല. രക്ഷപ്പെടാനുള്ള പഴുത് വളരെ കൂടുതലാണ് ഇവിടെ. എന്നാൽ ഇങ്ങനെയുള്ള ഒരു പഴുതുമില്ലാത്ത കർശനമായ ചില നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തെ പറ്റി ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്താ?
കുറ്റവാളിയുടെ കുറ്റം ചെയ്തവന്റെ ഭയപ്പെടുത്തലുകളോ ഭീഷണിപ്പെടുത്തലുകളോ അതുപോലെയുള്ള യാതൊന്നും അവനിൽ നിന്നുണ്ടാവില്ല എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകൾക്ക് പോലും അത് രക്ഷയായിരിക്കും. ആ നിയമം നടപ്പാക്കുന്നതോടെ അതാണ് അല്ലാഹു ഖുർആൻ പറയുന്നത്, വലക്കും ഹയാത്തും ഫിൽ ഖിസാസി യാ ഉലിൽ അൽബാബ്, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ആളുകൾക്ക് സുരക്ഷിതത്വമുണ്ട്. ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടാണത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ നിലക്കാണ് ഇസ്ലാമിക നിയമങ്ങൾ എന്നതാണ്. അത് എന്നും എപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ നാട്ടിലെ ഒരു റഹീമിന്റെ പ്രശ്നം നമ്മളുടെ ഇടയിൽ സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ ആ വിഷയത്തിന്റെ വിശാലമായ തലങ്ങളിലേക്ക് കടക്കുന്നേ ഇല്ല. ഞാൻ പറയുന്നത് ഇസ്ലാമിക ശരീഅത്ത് ഈ വിഷയത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉന്നയിച്ച് ഇസ്ലാമിനെയും സൗദി അറേബ്യയെയും മുസ്ലിംകളെയും ഖുർആനിനെയും വിമർശിച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ പ്രശ്നം. ബ്ലഡ് മണി അത് വളരെ മോശമായി പോയി, വളരെ കൂടുതലായി പോയി ഒരു കൂട്ടര്. മറ്റു ചിലര് ശരീഅത്തിനെ കുറിച്ച് കാടത്വം നിറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾക്കിടയിൽ നടപ്പാക്കേണ്ട നിയമം എന്ന നിലത്തിൽ ശരീഅത്തിന്റെ അത്തരം നിയമങ്ങളെ രൂക്ഷമായി വിമർശിച്ചു. മറ്റു ചിലര് മുസ്ലിംകൾ ഈ രൂപത്തിലുള്ള കാടത്ത് നിയമം അംഗീകരിച്ച് ആധുനിക യുഗത്തിൽ ജീവിക്കാൻ പറ്റാത്ത വൃത്തികെട്ടവന്മാരാണ്, അവരുടെ മനസ്സവിടെയുള്ളത് എന്ന നിലക്കാക്ഷേപിക്കുന്നവര്. വധശിക്ഷയെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ, വധശിക്ഷയെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ ആ നിയമം ശരിയല്ല. ലോകത്തു പല രാജ്യങ്ങളിലും വധശിക്ഷല്ലേ, ഇന്ത്യ രാജ്യത്തിലെ കാരണം എന്തോ ആകട്ടെ, ഇന്ത്യ രാജ്യത്തിലെ അതൊന്നും പ്രശ്നമല്ല. ഇസ്ലാമിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഇസ്ലാമിക പേരുള്ള രാജ്യങ്ങളിലോ മുസ്ലിം രാജ്യങ്ങളിലോ ഒരു വധശിക്ഷ അത് വിധിക്കപ്പെട്ടാൽ അത് ഭയാനകം. ഈ നിലക്ക് അതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റൊന്ന്, അബദ്ധത്തിൽ സംഭവിച്ചു പോയി, അതിന് ഇത്ര വലിയ ശിക്ഷ വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെയോ വേറെ ചില ആളുകള് ഈ ദായധനം ദിയ ബ്ലഡ് മണി എന്നത് മുസ്ലിംകളല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവര്. എന്നാൽ ഒന്ന് രണ്ട് വസ്തുതകൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോന്നിനും വളരെ കൃത്യമായ മറുപടി ഇസ്ലാമിലുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിനെല്ലാം. ഒന്ന്, ഇതിന്റെ വസ്തുത ആ കക്ഷി ആരാണോ അയാൾ ഈ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്ത ആളായിരുന്നു. അങ്ങനെ ആ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അയാൾക്ക് വീഴ്ച വന്നാൽ എന്തോ കാരണമാകട്ടെ, കഫീൽ പറയുന്നത്, കുട്ടിയുടെ പിതാവ് പറയുന്നത്, അയാൾക്ക് എന്നെ വിളിച്ച് പറയാമായിരുന്നു ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്ന്. 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അയാൾ ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് കരുതിക്കൂട്ടി എന്റെ മകനെ കൊല്ലാനുള്ള ശ്രമമാണ് അയാൾ നടത്തിയത്, അതാണ് അയാൾ ചെയ്തത് എന്ന് കോടതിയിൽ അദ്ദേഹം വാദിക്കുകയുണ്ടായത്. എന്നാൽ കോടതി കേവലം ഈ വാദം കേട്ട് മാത്രം അക്കാര്യം സ്ഥിരീകരിച്ചതാണോ? ഒരിക്കലുമല്ല. മറിച്ച് മലയാളിയായ മുതർജിം, ട്രാൻസ്ലേറ്റർ കൊണ്ടുവന്ന് ഇയാൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അയാളെ കൊണ്ട് പറയിപ്പിക്കുകയും അറബിയിലേക്ക് വിവർത്തനം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇയാളിൽ നിന്ന് ഉണ്ടായ കുറ്റകൃത്യം ഈ മനുഷ്യൻ സമ്മതിച്ചു. സഹോദരങ്ങളെ, എന്നിൽ നിന്ന് അത് വന്നിട്ടുണ്ട് എന്ന് ഒരു സ്ഥലത്തല്ല, ഒരു ഉദ്യോഗസ്ഥനോടല്ല, പല ഉദ്യോഗസ്ഥന്മാരോട് സമ്മതിച്ചിട്ടുണ്ട്. 1-2 അധികം ജഡ്ജിമാരുടെ മുമ്പിൽ ഈ മനുഷ്യൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം ബാക്കി തെളിവുകൾ കേവലം ഒരു ശിക്ഷ വിധിക്കുകയല്ല, സാഹചര്യ തെളിവുകൾ പരിശോധിച്ചു. അതും അപ്പറഞ്ഞതിന് ശരിയാണ്. രണ്ടാമത്തത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതും അദ്ദേഹം ചെയ്തു എന്നതിന് കൃത്യമായ തെളിവായി. മറ്റ് മെഡിക്കൽ റിപ്പോർട്ടുകളും ഈ തെളിവുകളെല്ലാം വെച്ചുകൊണ്ടാണ് ഇയാൾക്ക് വധശിക്ഷ വിധിക്കുന്നത്. എന്നാൽ ഈ വധശിക്ഷ വിധിച്ചതിൽ തന്നെ ഇസ്ലാമികമായ നിയമം പരിശോധിച്ചു നോക്ക്. രക്ഷപ്പെടാൻ നമ്മളുടെ നാട്ടിൽ പ്രസിഡന്റിനെ സമീപിക്കണം. അയാൾക്ക് ദയ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിലില്ല. എന്നാൽ ഈ കുടുംബത്തെ
ഇസ്ലാമിക നിയമം അനുസരിച്ച് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനാ, സൂറത്തുൽ ഇസ്രായിൽ കാണാം. ഇങ്ങനെ അബദ്ധത്തിൽ വധിക്കപ്പെട്ട ആളാണെങ്കിൽ പോലും ഈ കുടുംബത്തിന് അതിനൊരു അധികാരം നൽകിയിട്ടുണ്ട്. അവരാണ് ബ്ലഡ് മണി എത്ര വേണമെന്നോ, അല്ലെങ്കിൽ ഇയാളെ വെറുതെ വിടണമെന്നോ, ഇയാളുടെ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അയാളെ വെറുതെ വിടണമെന്നോ, ബാക്കിയുള്ള കാര്യങ്ങളോ തീരുമാനിക്കാൻ അർഹതപ്പെട്ടവർ. ഖുർആന്റെ ആയത്താണത്. അത് ഇസ്ലാം നൽകിയ ഏറ്റവും വലിയ വിശാലമായ തലമല്ലേ? അങ്ങനെ അവര് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലഡ് മണി നൽകിയാൽ അയാളെ വിട്ടയക്കാം എന്ന് പറഞ്ഞത്. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് തന്നെ അയാൾക്ക് രക്ഷപ്പെടാൻ പഴുത് അവിടെയുണ്ട്. സാമ്പത്തികമാണ് വിഷയമെങ്കിൽ ആർക്കും സഹായിക്കാം, അത് മറ്റൊരു കാര്യം. അപ്പൊ ഏതായിരുന്നാലും ഇസ്ലാം അതിൽ വളരെ വിശാലമായ തലം കണ്ടിട്ടുണ്ട്. അതോടുകൂടി ഞാൻ ആ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ബ്ലഡ് മണിയുടെ ചർച്ചയാണ് നാട് മുഴുവൻ നടന്നതെങ്കിൽ നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ 2-3 മത്സ്യത്തൊഴിലാളികൾ ഇറ്റാലിയൻ കപ്പലിൽ നിന്ന് വെടിയേറ്റ് മരണപ്പെട്ടല്ലോ. അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് തെളിയിക്കപ്പെട്ടു. എന്നിട്ട് ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടില്ലേ? എന്തേ അത് തെറ്റാക്കാതിരുന്നത്? ആർക്കും അന്ന് ആ സമയത്ത് ബഹളമൊന്നുമില്ലായിരുന്നു. ആർക്കും ആ സമയത്ത് ബഹളമില്ലാതെ പോയത് എന്തുകൊണ്ടാ? അത് ബ്ലഡ് മണി ചോദിക്കുകയും ബ്ലഡ് മണി ലഭിക്കുകയും ചെയ്തു. ആവശ്യപ്പെട്ടു, കേസ് കൂടി, ആ നാട്ടിൽ ആളുകളെ വരുത്തിച്ചു, ഗവൺമെന്റ് ഇടപെട്ടു. എങ്കിൽ ആ ബ്ലഡ് മണി ഈ കുടുംബം ആവശ്യപ്പെടുമ്പോൾ അതെങ്ങനെ തെറ്റാവുന്നത്? അപ്പൊ നമ്മളുടെ നാട്ടിൽ പോലും അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി നടന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത. വിഷയം എന്താണ്? അൽയൗമ യഇസല്ലദീന കഫറു അൻ ദീനിക്കും. ഇതാണ് വിഷയം. എന്താണ് വിഷയം? ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇസ്ലാമിന്റെ ആദർശത്തിന്റെ മുമ്പിൽ നിരാശരായിരിക്കുന്നു. അതിനെ അതിജയിക്കാൻ കഴിയില്ല, ആ ആദർശത്തെ പിടിച്ചുകെട്ടാൻ കഴിയില്ല. ആ ആദർശത്തിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ മറ്റുള്ളതൊന്നും ഉയരുന്ന പ്രശ്നമില്ല. അൽ യൗമ യഇസല്ലദീന കഫറു അൻ ദീനിക്കും. നിങ്ങളുടെ മഹത്വമായ ആദർശമുള്ള ഈ ദീനിന്റെ കാര്യത്തിൽ സത്യനിഷേധികൾ നിരാശരാണ്. അതാണ് അതിന്റെ വസ്തുത. അവർക്കിനി പൊന്താൻ കഴിയില്ല. കാരണം ഇസ്ലാമിന്റെ ആദർശം അത്രയും അജയ്യമാണ്. പിന്നെ എന്തേ മാർഗമുള്ളൂ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കള്ളത്തരങ്ങൾ പടച്ചുവിടുക, ഇസ്ലാമിനെതിരെ ശക്തമായ വിമർശനങ്ങൾ നടത്തുക, മുസ്ലിങ്ങളുടെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ആളുകളുടെ ചെയ്തികൾ എടുത്ത് കാണിക്കുക, ഏതെങ്കിലും രാഷ്ട്രത്തിൽ ഏതെങ്കിലും ഒരു പോരായ്മയുണ്ടോ അത് പർവ്വതീകരിച്ച് ഇല്ലാത്തതും കൂട്ടിക്കെട്ടി വിശാലമായി പ്രചരണം നടത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല അനുകൂലമായ അന്തരീക്ഷവുമാണ്. ആ കാര്യം ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾ നോക്ക്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ ഒരു വചനമുണ്ട്. അതുപോലെ സൂറത്തുൽ അൻആമിലെ 68-ാമത്തെ ആയത്തും ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു, അൻ ഇദാ സമിഅതും ആയാത്തുല്ലാഹി യുക്ഫറു ബിഹാ, റബ്ബിന്റെ ആയത്തുകൾ നിഷേധിക്കപ്പെടുമെന്ന കാര്യം ശരിക്കും മനസ്സിലാക്കണമെന്നും വയുസ്തഹ്സഉ ബിഹാ, അത് പരിഹസിക്കപ്പെടുമെന്നും, അങ്ങനെ ഫലാ തഖഉദു മഅഹും, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ പങ്കെടുക്കരുത്. ഇത് പങ്കുവെച്ചുകൊണ്ട് മുസ്ലിം നാമധാരികളായ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരിശുദ്ധ ഖുർആന്റെ നിയമങ്ങളെയും കാറ്റിൽ പറത്തുകയും വളരെ വൃത്തികെട്ട രൂപത്തിൽ SMS അയക്കുകയും നമ്മളും അറിയാതെ അത് മോശമായി പോയി എന്ന് ഒരു പരിധി വരെ ഞാനും നിങ്ങളും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആലോചിക്കുക, അത്തരക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടരുത്. അവർ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ ഇന്നക്കും ഇതെല്ലാം മിസ്ലഹും. നോക്കണം, നിങ്ങളും അപ്പോൾ അവരെ കൂടെ ആയിത്തീരും. വളരെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. ആയത്തിന്റെ അവസാനം അല്ലാഹു പറയുന്നത് മുനാഫിക്കുകളുടെ കപട വിശ്വാസികളുടെ സ്വഭാവമാണിത്. ആരെങ്കിലും അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർ
തീർച്ചയായും മുനാഫിക്കുകളുടെ സ്വഭാവമാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ തലവേദന ഉണ്ടാക്കിയ വിഭാഗമാണല്ലോ മുനാഫിക്കുകൾ. അതുകൊണ്ട് തന്നെ അത്തരക്കാരായ ആളുകളും അതുപോലെ തന്നെ നിഷേധികളും നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അതുകൊണ്ട് നമ്മളുണ്ടല്ലോ ശറഅന്റെ ആ കാര്യം അതത്ര ശരിയല്ല, അതിലേക്കൊരു മാറ്റം വേണ്ടിയിരുന്നു. നമ്മളും അറിയാതെ പറഞ്ഞു പോകല്ലേ, ഈ നിയമം അങ്ങനെ ശരിയായില്ല, മനസ്സിൽ തോന്നലില്ലേ ചിലർക്കില്ലേ, ചില സ്വത്തോഹരിക്കുന്ന വിഷയങ്ങളോ അതുപോലെ തന്നെ പൗത്രന്റെ സ്വത്തവകാശമോ അതല്ലെങ്കിൽ സുബൈ അത് ഒഴിവായി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള പലജാതി ചിന്തകളും മറ്റുള്ള ആൾക്കാരുടെ കൂടെ നമ്മളുടെ മനസ്സിലേക്ക് ചേക്കേറി നമ്മളും അതിന്റെ വക്താക്കളാകുന്നുവെങ്കിൽ മനസ്സിലാക്കുക, അത് അപകടമാണ്. ഖുർആൻ പറയുന്നത് ഏതൊരു കാര്യവും അതിന്റെ വസ്തുനിഷ്ഠമായ വിഷയം മനസ്സിലാക്കണം, അപ്പോഴേക്ക് പ്രചരിപ്പിക്കാൻ ഇറങ്ങരുത്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം, അറിയാത്ത കാര്യത്തിന്റെ പിന്നാലെ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കാഴ്ചയും കേൾവിയും ഹൃദയവും അത് ചോദ്യം ചെയ്യപ്പെടുന്ന നാളുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സഹായത്തിന് നമ്മൾ എല്ലാവരും ജാതി മതഭേദമന്യേ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ കേരളക്കാർ തെളിയിച്ചു കഴിഞ്ഞു. ഇതിനോട് സമാനമായ ചില സംഭവങ്ങള് ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുകയും പഠിച്ച സംഭവമായിരിക്കാം. 3 ആളുകൾ ഒരു യുവാവിനെ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കി. എന്നിട്ട് അവർ പറഞ്ഞു, ഖലീഫ, ഇവരെ ഞങ്ങളുടെ പിതാവിനെ കൊന്ന ആളാണ്. ഖലീഫ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇത്തിരി കാർക്കശ്യത്തോടു കൂടി. അങ്ങനെ ഖലീഫയോട് അയാൾ പറഞ്ഞു, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് എന്ന്. പക്ഷേ മക്കൾക്ക് അതിൽ അധികാരമുണ്ട്, ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. അവര് ക്ഷമിച്ചില്ല. അവര് പറഞ്ഞു, അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് വധശിക്ഷ തന്നെ കൊടുക്കണം, മാപ്പ് ഞങ്ങൾ കൊടുക്കുകയില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു ഈ വിഷയം കൃത്യമായും കൊലയാളിയെ ബോധ്യപ്പെടുത്തി. അപ്പൊ അങ്ങനെ കൊലയാളി, എങ്കിൽ നിങ്ങൾ എന്നെ വധിച്ചുകൊള്ളുക, ഞാൻ അതിന് സന്നദ്ധനാണ് എന്ന് മറുപടി അറിയിച്ചു. എന്നാൽ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അയാൾ പറഞ്ഞുകൊണ്ട്, ഒരു 3 ദിവസത്തെ അവസരം തരണം, എന്റെ വീട് വളരെ ദൂരെയാണ്, ഞാൻ എന്റെ വീട്ടിൽ പോയി എന്റെ മക്കളെയും ഭാര്യയും കണ്ട് യാത്ര പറഞ്ഞു വരാമെന്ന്. ഉമർ റളിയല്ലാഹു അനുവദിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ. സദസ്സിൽ നിന്ന് ഉമർ റളിയല്ലാഹു ചോദിച്ചു, ആരാണ് ഈ മനുഷ്യന് ജാമ്യം നിൽക്കാനുള്ളത്? എന്താണ് ജാമ്യം എന്നറിയോ? ആ കക്ഷി തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ജാമ്യം നിന്ന ആള് കൊല്ലപ്പെടും, യാതൊരു സംശയവുമില്ല. വന്ന ആൾ കൊലയാളി അപരിചിതനാണ്, ആർക്കും പരിചയമില്ല. അപ്പൊ സദസ്സിൽ നിന്ന് ഈ അപരിചിതനായ ആൾക്ക് ആരും ജാമ്യം നിൽക്കാൻ തയ്യാറില്ല. പ്രായമായൊരു മനുഷ്യൻ എഴുന്നേറ്റുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അബൂദർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏൽക്കാം, അയാൾക്ക് വേണ്ടി ഞാൻ ഏൽക്കാം, അപരിചിതനാണെങ്കിലും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഏൽക്കാമെന്ന്. അങ്ങനെ ഇദ്ദേഹം വീട്ടിലേക്ക് പോയി. ഉമർ റളിയല്ലാഹു അനുവാദം നൽകിയതനുസരിച്ച് അദ്ദേഹം വീട്ടിൽ പോയി. 3 ദിവസത്തെ അവസാനത്തെ ടൈമിൽ അദ്ദേഹം വരുന്നത് കാണുന്നില്ല. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യാൻ ഈ കക്ഷി വരാത്തതിന് കാരണത്താൽ ജാമ്യം നിന്ന ആൾ കൊലക്കാരന്റെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്ന സാഹചര്യമെത്തി. ഈ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അബൂദർ റളിയല്ലാഹു അൻഹു ആരാന്ന് നമുക്കറിയാലോ. അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പാക്കുന്ന രംഗം ബേജാറായി നിൽക്കുന്ന ഒരു ഭയാനകമായ അന്തരീക്ഷം. ആ ഘട്ടത്തിലാണ് ഈ കൊലയാളിയ മനുഷ്യൻ ഓടിക്കരച്ചു വരുന്നത്. ഉടനെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താ വൈകിയത്, ടൈം പാലിച്ചില്ലല്ലോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖലീഫ, എന്റെ വീട്ടിൽ ഭാര്യയും മക്കളും, അതില് ഒരു ഇളയ മകന് തീരെ സുഖമില്ലായിരുന്നു, അവന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ വൈകിപ്പോയതാണ്. അങ്ങനെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രശ്നം മനസ്സിലാക്കിയെങ്കിൽ ശിക്ഷക്ക് അവസരം, അതിനുവേണ്ടി ശിക്ഷ ലഭിക്കാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന്. ഈ ഘട്ടത്തിൽ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു,
താങ്കൾ എന്താണ് പരിചയമില്ലാത്ത അപരിചിതനായ ഒരാൾക്ക് ജാമ്യം നിൽക്കാൻ തയ്യാറായത്? അപ്പോഴാണ് അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്നെ വിശ്വസിക്കരുത്, എന്നെ വിശ്വസിച്ചവരെ വഞ്ചിക്കരുത്, ഇതാണ് എൻ്റെ ആഗ്രഹം. അബൂ ദർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ദർ റളിയല്ലാഹു അൻഹു അപരിചിതനായ ജാമ്യം നിന്നപ്പോ, ഈ അപരിചിതൻ അബൂ ദർ റളിയല്ലാഹു അൻഹു ജാമ്യം നിന്നപ്പോ അയാൾ മടങ്ങും എന്ന് താങ്കൾക്കറിയായിരുന്നോ? അബൂ ദർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പരിചയമില്ലാത്ത ഇയാൾക്ക് ജാമ്യം നിന്നപ്പോ അയാൾ തിരിച്ചു വരും വല്ല ധൈര്യവും ഉണ്ടായിരുന്നു എന്ന്. ഇത് കേട്ട അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ, ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന്, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന്. ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ മറ്റൊരാളെ വിശ്വസിക്കാത്ത അവസ്ഥ ഉണ്ടാകരുത്, ഇതാണ് എൻ്റെ മനസ്സ് എന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹു മറുപടി നൽകി. അങ്ങനെ ഒരു പരിചയവുമില്ലാത്ത രണ്ട് മനുഷ്യരുടെ മാനവികമായ നിലപാട് കണ്ട് ആ കോടതിയിലുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണു നിറഞ്ഞു ആ സംഭവം. അപ്പൊ ആ ഘട്ടത്തിൽ അവിടെ കൂടിയിരുന്ന കൂട്ടത്തിൽ ഈ മക്കളും ഉണ്ടായിരുന്നു. പിതാവിനെ കൊന്ന് ആ പരാതിയുമായി വന്ന മക്കൾ ഈ രംഗം കണ്ട് അവർ സ്തബ്ധരായി. അവർ ഈ കൊലയാളിക്ക് മാപ്പ് നൽകി. നിങ്ങൾ നോക്ക്, കൊലയാളിക്ക് മാപ്പ് നൽകി. ഇസ്ലാമിക സമൂഹം എന്നത് അങ്ങനെയാണ്. വെറും അബദ്ധത്തിൽ വധിക്കപ്പെട്ടു എന്നതിനാൽ അങ്ങനെ തന്നെ തിരിച്ചു കൊല്ലണമെന്ന് നിർബന്ധമുള്ളവരല്ല. മാത്രവുമല്ല, ഈ ദിയാധനം, ബ്ലഡ് മണി, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് അവകാശികൾ ആർക്കാണോ ലഭിക്കുന്നത് അവരതുകൊണ്ടൊരു പള്ളി ഉണ്ടാക്കി കൊടുക്കും, സാധു സംരക്ഷണം നടത്തും. ഇങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളിലേക്ക് അത് തിരിച്ചുവിടുകയാണ് ചെയ്യാറുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ചില വശങ്ങളുണ്ട്. നമ്മൾ ഇതേപോലെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണ കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ നിങ്ങൾ എന്ത് പറയും, നിങ്ങളുടെ വാക്കെന്തായിരിക്കും എന്ന് നിങ്ങളെ പരീക്ഷിക്കും. അതേപോലെ തന്നെ നിങ്ങളിൽ ക്ഷമാലുക്കളാരാണ്, ക്ഷമാലുക്കളാരാണ്, വൽ മുജാഹിദീന, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെതിരെ ഇസ്ലാമിന്റെ നേർക്ക് വരുന്ന സകലമാന അപവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമെതിരെ മറുപടിയുമായി രംഗത്ത് വന്നുകൊണ്ട് ജിഹാദ് നടത്തുന്നവർ. യുദ്ധമല്ല, ജിഹാദ്. ആ നിലക്ക് ഇസ്ലാമിന്റെ എതിരെ വരുന്ന സകല കാര്യങ്ങൾക്കും മറുപടി കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നവരാര് എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി എന്നാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത്, നമ്മൾ ഈ ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് മുസ്ലിങ്ങൾ അവരുടെ ജീവിതം തന്നെ അർപ്പിച്ചവരാണ് എന്ന് നമുക്കറിയാം. ഇസ്ലാമിക ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തെ പരിശോധിച്ചു നോക്കിയാൽ അത്തരം ഒരുപാട് സംഭവങ്ങൾ, മൗലാന ഷൗക്കത്ത് അലിയും സഹോദരൻ മുഹമ്മദ് അലിയും മാതാവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മുമ്പിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പോയേ മതിയാകും. അവിടുന്ന് ആ തോക്കിന്റെ ഉണ്ട ഭയപ്പെട്ട്, മരണം ഭയപ്പെട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ, വിരുമാറ് കാണിച്ചു കൊടുക്കാതെ തിരിച്ചിങ്ങോട്ട് വന്നാൽ, ഈ പ്രായമായ ഞാൻ എല്ലാർന്ന കൈകളെ കൊണ്ട് നിങ്ങളെ അടിച്ച് വശംഭദ്രാക്കും, നിങ്ങളെ അടിച്ച് ഞാൻ കൊല്ലുമെന്ന് എന്ന് പറഞ്ഞാൽ, അത്രമാത്രം ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിൽ മുസ്ലിങ്ങൾ അതിനു മാത്രം ത്യാഗം ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രം ഇങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും, എന്നാൽ പതറാത്ത മനസ്സിന്റെ ഉടമകളായി, ക്ഷമാലുക്കളായി നമ്മൾ ഈ ഘട്ടത്തിൽ നിലനിൽക്കണം എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വശം. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്കറിയാമല്ലോ.
ആ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കേണ്ടതില്ലല്ലോ. ഒരുപാട് പ്രാവശ്യം ഈ മിമ്പറിൽ നിന്ന് നമ്മൾ കേട്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കേവലം പൗരത്വ നിഷേധിക്കൽ എന്ന ഭയപ്പെടുത്തൽ കൊണ്ട് നമ്മൾ പിന്മാറുന്ന പ്രശ്നമുണ്ടാകരുത്. മറിച്ച് ഈ സമരരംഗത്ത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ആദർശപരമായ നിലപാട് മുൻനിർത്തിക്കൊണ്ട് തന്നെ യഥാർത്ഥ മുസ്ലിംകൾ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണെന്നും എല്ലാവർക്കും ഇവിടെ കൃത്യമായ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മളുടെ വിലയേറിയ ഓരോ വോട്ടുമുണ്ടല്ലോ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കലാണ് ആവശ്യം. ജുമാഅത്തിന് തടസ്സമാകരുത്, ജമാഅത്ത് അതിന് തടസ്സമാകരുത്. അതുപോലെ തന്നെ രോഗം അതിന് തടസ്സമാകരുത്, പ്രായം അതിന് തടസ്സമാകരുത്. കാരണം അത്ര പ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അടുത്ത വെള്ളിയാഴ്ച എന്നത്. സഹോദരങ്ങളെ, ഒരു വോട്ട് പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ മുഅ്മിനുകളായി ജീവിക്കാനുള്ള, മുസ്ലിങ്ങളായി ജീവിക്കാനുള്ള നിർഭയത്വവും സ്വാതന്ത്ര്യവും നിലനിർത്താനുള്ള ഒരു പോരാട്ടമാണ് നമ്മളുടെ ഓരോ വോട്ടുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തീർച്ചയായും ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിച്ചത്. ഞാൻ സൂചിപ്പിച്ചതിന്റെ ആകത്തുക ഒന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നും ഇസ്ലാമും മുസ്ലിങ്ങളും വിമർശന വിധേയമാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ആ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഏതെങ്കിലും വിമർശനത്തിന്റെ പിന്നാലെ പോകുന്നവരാകരുത് നമ്മളെന്നും. നമ്മളെപ്പോഴും നമ്മളുടെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്നതും നമ്മളുടെ നാട്ടിൽ ഈ ഇത്തരത്തിലുള്ള എല്ലാ ദുഷ്പ്രചരണങ്ങൾക്കുമെതിരെ കൃത്യമായി രംഗത്ത് വരേണ്ടവർ സലഫികളാണ്. കാരണം ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആദർശം അങ്ങനെ തന്നെ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അത് മനസ്സിലാക്കിയവരും അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തുന്നവരുമാണ്. ആ കഠിനാധ്വാനം നടത്തിയതിന്റെ നേട്ടമാണ് കേരളക്കരയിൽ വർഗീയത ഇല്ലാത്തത്. കുറെ ആളുകൾ അതിന് ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും വിജയിക്കാത്തതിന്റെ കാരണം ഈ ഒരു കാരണമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ എപ്പോഴും മുറുകെ പിടിക്കുകയും അതിന് കൃത്യമായും അത് ദഅവത്ത് നടത്തുന്ന ആളുകളായി തീരുകയും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ നിലനിൽക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തുകയും ദീനിയായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യ നിർഭയത്വം നമ്മുടെ നാട്ടിൽ അള്ളാഹു നിലനിർത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ബഹുമാന്യ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകൾ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് പല വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്, ഞാനും ചോദിക്കാറുണ്ട്, നിങ്ങളും ചോദിക്കാറുണ്ട് അല്ലേ? ഇനി അടുത്ത തലമുറ ഇതിൽ നിന്ന് രക്ഷപ്പെടണം, റെഡിയായി വരണം എന്ന നിർബന്ധവും നമുക്കുണ്ട്. എന്നാൽ അതിനുള്ള പരിഹാരം കൗമാരപ്രായത്തിലെ 8ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള അവിടുന്ന് അങ്ങോട്ടുമുള്ള നമ്മളുടെ മക്കൾക്ക് എന്താണ് ആദർശം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വളർച്ച അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ ഓരോ ഉപ്പയും ഓരോ ഉമ്മയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എൻ്റെ മോൻ ലഹരിയിൽ അകപ്പെട്ടു പോയല്ലോ പഠിച്ചോനെ, എൻ്റെ മോൻ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ മുമ്പിലായി പോയല്ലോ റബ്ബേ, എൻ്റെ മോൻ, എൻ്റെ മകൾ, ഞാൻ ഇത്ര പറയവളെ പോറ്റി വളർത്തിയിട്ട് തിരിഞ്ഞു നോക്കാതെ കോടതിയിൽ നിന്ന് മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയല്ലോ റബ്ബേ എന്ന് നെഞ്ഞത്തടിച്ച് വാവിട്ട് കരഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ആളുകൾ തെറ്റ് ചെയ്യും, മക്കളൊക്കെ വേറെ കാര്യം. നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്കൂളിലെ കോളേജിലെ തലങ്ങളിലെല്ലാമുള്ള പഠനങ്ങൾക്ക്, ടൂറുകൾക്ക് എത്ര കാശ് നമ്മൾ കൊടുക്കും? അവരെ കയറൂരി വിടും, യാതൊരു പ്രശ്നവും നമുക്കില്ല. അവർ ചോദിക്കുന്ന കാശ് കൊടുക്കും. എവിടേക്കാ മക്കൾ പോകുന്നത്, എന്തിനാ പോകുന്നത്, അന്വേഷണമുണ്ടോ? പല രക്ഷിതാക്കളും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ
അവർക്ക് ദീനിയായ ചുറ്റുപാടിൽ ഒരു ക്ലാസ് നൽകണമെന്ന് പറയുമ്പോൾ സമയമില്ല. മോനോട് ചോദിക്കണം, അവൻ ഒഴിവുണ്ടോ ചോദിക്കട്ടെ. രക്ഷിതാക്കളെ സമീപനം പറയുന്നു, മോനോട് ചോദിക്കട്ടെ, മോളോട് ചോദിക്കട്ടെ, ഒഴിവുണ്ടോ ഒക്കെ. എവിടെയോ പോകാൻ ഉണ്ടാവും, നമ്മൾ കാരണം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയാണോ വേണ്ടത്? മറിച്ച് അവധി ക്ലാസ്സുകൾ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. KNM ഈ കാര്യത്തിൽ വളരെ നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കാരണം അടുത്ത തലമുറ ഈ ആദർശം മുറുകെ പിടിക്കുന്നവരായി മാറണമെങ്കിൽ മക്കൾക്ക് അതിനുള്ള പ്രചോദനം ഉണ്ടാകണം. ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ പിന്നാലെ പോയി ആത്മഹത്യയിൽ അഭയം തേടുന്ന മക്കളായിരിക്കും നമ്മൾക്ക് ഉണ്ടാകുക. അതുകൊണ്ട് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി ഏത് ചോദ്യത്തിനും ആൻസർ പറയാവുന്ന മക്കളായി തീരാൻ നമ്മൾ ആദർശത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യൻ അത് മതി. നമ്മുടെ ഒരു പ്രവർത്തകൻ അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച മറ്റൊരാളുടെ അടുക്കൽ, ഒരു മുസ്ലിമായ സഹോദരന്റെ അടുക്കൽ പോയൊരു സംഭവം കാണാം. എറണാകുളത്താണ് സംഭവം. അങ്ങനെ ഇയാൾ ചെന്ന് ആള് പറഞ്ഞു, ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച മനുഷ്യൻ പറഞ്ഞു, ഞാൻ പല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു, പലയിടത്തും പോയി, എനിക്ക് ഒരു സമാധാനവുമില്ല. അപ്പൊ നമ്മുടെ സഹോദരന്റെ, മുവഹിദായ സഹോദരന്റെ ഒരൊറ്റ വാചകം, നിങ്ങളെയും ഇയാളെയും ഒക്കെ സൃഷ്ടിച്ച് ഈ ദൈവങ്ങളെയൊക്കെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെയൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു നോക്ക്. 2-3 സംസാരം കഴിയുമ്പോഴേക്ക് അയാളുടെ മനസ്സിന് മാറ്റമുണ്ടായി. അയാൾക്ക് ആശ്വാസം വന്നു. അയാൾ ആത്മഹത്യയിൽ നിന്ന് പിന്മാറി. ഡോക്ടർ മീണ നമുക്കറിയാം, സർ രക്ഷിക്കണം എന്ന് പറയുന്നു. കാരണം മനസ്സ് വ്യാകുലപ്പെടുകയാണ്. MBBS പഠിച്ചുകൊണ്ടിരിക്കുക നിച്ചോഫ്രൂത്തിന്റെ പ്രോഗ്രാമിൽ അവർ എഴുന്നേറ്റ് പറയും, സർ എന്നെ രക്ഷിക്കണം. എന്താ രക്ഷിക്കണം എന്ന് പറയുന്നത്? മനസ്സ് വ്യാകുലപ്പെടുന്നു, ഏകാഗ്രത കിട്ടുന്നില്ല, തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. അപ്പോഴാണ് നിച്ചോഫ്രൂത്തിന്റെ ഡയറക്ടർ ഈ കാര്യം വിശദീകരിക്കുന്നത്. ഏകനായ പടച്ചതമ്പുരാനിൽ നിങ്ങൾക്കാർക്കും ഒരേപോലെ നിങ്ങളുടെ വിഷമങ്ങൾ സമർപ്പിക്കാനുള്ള അനുവാദവും ആ ദൈവത്തിന്റെ അംഗീകാരവും ഉണ്ട്. എല്ലാവരെയും പരിഗണിക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ആ പെൺകുട്ടി മുസ്ലിമാവുകയാണ്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ആത്മീയമായ സമാധാനം ലഭിക്കുന്ന വിഷയങ്ങൾ മതപരമായി പഠിക്കുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. ഈ ആദർശം അത് സൃഷ്ടികളോടല്ല, സൃഷ്ടികളിൽപ്പെട്ട മലക്കുകളോടല്ല, ജിന്നുകളോടല്ല, മരിച്ചുപോയ മഹാത്മാക്കളോടല്ല, അമ്പിയാക്കളോടല്ല, ഔലിയാക്കളോടല്ല, അള്ളാഹുവിൽ മാത്രം സമർപ്പിക്കുമ്പോ ആത്മഹത്യയിൽ അഭയം തേടുന്ന പ്രശ്നം ഉണ്ടാവൂല. അങ്ങനെയുള്ള ദീനി ചുറ്റുപാടിൽ ആത്മീയ സമാധാനത്തിന്റെ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചുറ്റുപാടുണ്ടാക്കാൻ നമ്മൾ ഈ അവധിക്കാല ക്ലാസ്സുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മുഴുവൻ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ആൺകുട്ടികളെ, പെൺകുട്ടികളെ, 2 കുട്ടികളെയും, 2 തരത്തിലുള്ള ഏത് തരത്തിലുള്ള മക്കളാണെങ്കിലും അവർക്ക് ആ നിലക്കുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടില് ഏപ്രിൽ 27 മുതൽ മെയ് 10 വരെയാണ് CRE ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. തക്കാര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ ഏരിയയിലുള്ള കുട്ടികൾക്ക് ആ ക്ലാസ് നൽകുന്നത്. നമ്മളുടെ മക്കൾ അതിലെത്തിക്കാൻ നമ്മൾ ഇപ്പം തന്നെ അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധരാണ്. ശ്രദ്ധിക്കണം, ഈ ദിവസങ്ങളിൽ പൂർണ്ണമായും 1ാമത്തെ ദിവസം മുതൽ അവസാന ദിവസം വരെ കുട്ടികൾ അതിൽ പങ്കെടുത്തുകൊണ്ട് സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് ദീനി വിഷയത്തിൽ സജ്ജരായി മാറുന്ന വിധത്തിലുള്ള ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നജ്മിൽ പറയുന്ന ഓർമ്മയുണ്ടോ? നമ്മുടെ ഉത്ബോധനത്തെ തൊട്ട് തിരിയുന്നവൻ, തിരിഞ്ഞളയുന്നവൻ, വെടിഞ്ഞു കളയുക. വലം യുരിദിൽ ഹയാത്ത ദുനിയ, അവൻ ഐഹിക ജീവിതത്തിന്റെ മാത്രം ലക്ഷ്യം വെക്കുന്നത്. ദുനിയാവിന്റെ ലക്ഷ്യമാണ് അവർ ഇൽമ്, ഈ ദുനിയാവിന്റെ നേട്ടമാണ് അവർ ഉണ്ടാക്കുന്ന ഇൽമു കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്ന്. അതാകരുത് നമ്മളുടെ നേട്ടം. MBBS പഠിച്ചവൻ അവൻ നല്ല ഒരു മതബോധമുള്ള ആളായിരിക്കണം. എങ്കിലേ അവൻ എത്ര ബിരുദം നേടിയവനായാലും മാതാവിനെ കൊല്ലരുത് എന്ന് പഠിക്കുന്നവനാവും. നമുക്കറിയാം, മദ്രാസിൽ, ചെന്നൈയിലാണ് ഒരു IT എഞ്ചിനീയർ മാതാവിനെ തീയിട്ട് കൊന്നത്. എന്തേ കാരണം പറഞ്ഞത്? അത് ഭക്ഷണത്തിന് ടേസ്റ്റ് പോരാത്തത് കൊണ്ട്. എത്ര സംഭവങ്ങൾ! ഞാൻ പറഞ്ഞത്, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ നെറുകയിൽ
നമ്മൾ എങ്ങനെ മുന്നോട്ട് പോയാലും ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ കിട്ടുകയില്ല. അതിന് പ്രാപ്തരാകണമെങ്കിൽ മക്കൾക്ക് ആ നിലക്കുള്ള ബോധമുണ്ടാകണം. അത് വളർന്നു വരുന്ന തലമുറയിൽ ഉണ്ടാക്കിയെടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുവാനും അടുത്ത തലമുറയുടെ ഉന്നമനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തീരാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് കാരുണ്യവാനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 36-40 മണിക്കൂറോളായി അങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളത്തിന്റെ കെടുതി കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മളവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. കാരണം നോമ്പിന്റെ തൊട്ടു മുമ്പ് ആരംഭിച്ച കിറ്റ് വിതരണത്തെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ആ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും ചെലവാക്കിക്കൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ അവർ സാമൂഹികമായ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനുള്ള കിറ്റ് വിതരണവുമായി പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർ. നമ്മളുടെ നാട്ടിലെ ഒരുപാട് സഹോദരങ്ങളുടെ അരി ജീവിത മാർഗം, അതിന് അത്താണിയായി അവിടെ ജോലിക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അത്രയും ഒരുപാട് സഹോദരങ്ങൾ ആ രാജ്യത്ത് നമുക്ക് വേണ്ടി, അതായത് നമ്മൾ ജീവിത മാർഗം അന്വേഷിച്ച് പോയവരുണ്ട്. അവിടെയുള്ള പ്രയാസങ്ങൾ നമുക്കും പ്രയാസമാണ്. അറുതി വരുത്താൻ നമ്മൾ പോയി രക്ഷപ്പെട്ടു വന്ന കുടുംബങ്ങൾ, കേരളത്തിന്റെ ഉന്നമനം, ഇതിലെല്ലാം വലിയ പങ്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരക്കാരായ ആ സഹോദരങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പ്രയാസങ്ങൾ ഇല്ലാതാകാൻ വേണ്ടിയും നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. കാരുണ്യവാനായ റബ്ബ് മഴയുടെ കെടുതിയിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കുകയും അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും എല്ലാവിധ പ്രയാസങ്ങളും ഇല്ലാതാക്കുകയും അവന്റെ മഹത്തായ ഫضل കൊണ്ട് നമ്മളുടെ നാട്ടിൽ മുഅ്മിനുകളായി ജീവിക്കാനുള്ള നിർഭയത്വവും സമാധാനവും അല്ലാഹു നിലനിർത്തി തന്നുകൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുകയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് നമ്മയും അവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.